ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എൻ ചാനലിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ജസ്റ്റ് എൻ്റെ സ്ട്രക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ 3 കേസസ് ആയിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേസസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടിയും ഈസി ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ പറ്റും നമ്മളെ മെമ്മറിയിലേക്ക് എക്സാം പോയിന്റിൽ നമ്മൾ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് കേസ് 1, VGS 0 വോൾട്ടും VDS പോസിറ്റീവും ആയിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിവിടെ നമ്മൾ ബയാസിങ് കൊടുക്കാൻ പോവാണ്. VGSന് അക്രോസ് ഒന്നും കൊടുക്കുന്നില്ല, ഡ്രെയിൻ സോഴ്സ് പോസിറ്റീവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം, ഈ ഗേറ്റിനും സോഴ്സിനും അക്രോസ് നമ്മൾ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ള N+ ലെയർ, ഈ N ലെയർ, ഈ N+ ലെയർ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് വരുന്ന വോൾട്ടേജ് എന്താണ്? പോസിറ്റീവ് വോൾട്ടേജ് ആണ് വരുന്നത്. ഓക്കെ, ബാറ്ററിൻ്റെ പോസിറ്റീവാണ് വരുന്നത്. N+ലുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും? ഇങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും. അതേപോലെ തന്നെ ഈ N ലെയറിലുള്ള ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും. അതുവഴി എന്ത് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ID ഫ്ലോസ്, ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണ്? ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇനി ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ PN ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇത് റിവേഴ്സ് ബയാസിങ് ആയിട്ടാണ് ഉണ്ടാവുക. ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് ഈ സോഴ്സുമായിട്ട് ഇന്റേണലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റേണൽ കണക്ഷൻ ഉണ്ടാവും, അത് നമ്മൾ സാധാരണ കാണിക്കാറില്ല. അപ്പോൾ ഇതുമായിട്ട് PN ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അത് റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസിങ്ങിൽ ഇവിടെ ഉള്ള ഡിപ്ലീഷൻ ലെയറിന് എന്ത് സംഭവിക്കും? അത് വൈഡൻ ആയിക്കൊണ്ടേയിരിക്കും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വീതി കൂടും. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഈ VDS ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ എന്താവും? പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യാതാവും, ID കോൺസ്റ്റൻ്റ് ആവും. ആ വാല്യൂനെ പറയുന്ന പേരാണ് IDSS അഥവാ സാച്ചുറേഷൻ ഡ്രെയിൻ കറണ്ട്. സാച്ചുറേഷൻ ഡ്രെയിൻ കറണ്ട്. അപ്പോൾ കേസ് 1 സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്രയും ആണ്. അതിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? VGS 0 ആണ്, VDS പോസിറ്റീവ് ആവുന്ന കേസിൽ. ഇത് നമ്മൾ അതായത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ വരച്ചു വെക്കാം. ഇവിടെ നമ്മൾ VDS പിന്നെ ID. ഓക്കെ, അപ്പോൾ ആദ്യം VGS 0 ആയിട്ടുള്ള കണ്ടീഷനാണ്. VDS നമ്മൾ കൂട്ടുന്നതനുസരിച്ചിട്ട് കറണ്ട് കൂടുകയും ഒരു പർട്ടിക്കുലർ VDS എത്തിക്കഴിയുമ്പോൾ ID കോൺസ്റ്റൻ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് VGS = 0ൻ്റെ കണ്ടീഷൻ. ഈ വാല്യൂ ആണ് IDSS. ഓക്കെ, ഇനിയുള്ള 2 കേസുകളും ഇതിൻ്റെ മുകളിലേക്കും ഇതിൻ്റെ താഴേക്കും ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. കേസ് 2 നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? VGSന് നമുക്ക് പോസിറ്റീവ് വാല്യൂ എടുക്കാം. VGS = പോസിറ്റീവ്, സേ +1 വോൾട്ട്. VDS സെയിം തന്നെ, അതിൽ പിന്നെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എപ്പോഴും എക്സാം പോയിന്റിൽ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസിനും നമ്മൾ ഡയഗ്രാം വരക്കണം. ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിൽ തന്നെ അങ്ങനെ 3 കേസസ് എഴുതി കഴിയുമ്പോൾ ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2 മാർക്കൊക്കെ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഓരോ കേസിനും ഈ ഡയഗ്രവും അതിന് വരുന്ന മാറ്റവും കാണിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. പിന്നെ എഴുതുന്നത് ജസ്റ്റ് ഇങ്ങനെ 2 ലൈൻസ് എഴുതിയാൽ മതി, ഡിസ്ക്രിപ്റ്റീവായി എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇവിടെ നോക്കാം. ഇനി ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? VGS +1 വോൾട്ട്. അതൊരു എക്സാമ്പിളാണ്, അതായത് >0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ >0 ആയിട്ട്, അപ്പോൾ ഗേറ്റിലേക്ക് പോസിറ്റീവ് കൊടുക്കുക, ഇവിടേക്ക് നെഗറ്റീവ് കൊടുക്കുക. രണ്ടാമത്തെ കേസിൽ നമ്മൾ VGS കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് എന്ത് വരും? പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി വരും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ എന്നിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക്
അട്രാക്റ്റഡ് ആവും. അതിൻ്റെ കൂടെ തന്നെ ഈ പിയിലുള്ള മൈനോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹോൾസ് ആണ്. പക്ഷേ മൈനോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസും എങ്ങോട്ടേക്ക് അട്രാക്റ്റഡ് ആവും? ഈ ഗേറ്റ് ടെർമിനലിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഡ്രെയിൻ കറണ്ട് വളരെയധികം കൂടാൻ തുടങ്ങും. IDSSനേക്കാളും കൂടുതൽ സാച്ചുറേഷൻ്റെ വാല്യൂവും കടന്ന് ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കാരണം എന്താണ്? ഈ ഗേറ്റിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് വന്നു. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് N റീജിയണിൽ നിന്നും P റീജിയണിൽ നിന്നും ഈ പോസിറ്റീവിലേക്ക് അട്രാക്റ്റഡ് ആവും. അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് എന്നുള്ള ലോജിക്ക് വെച്ചിട്ട് അപ്പോൾ വളരെയധികം ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇനി നമ്മൾ ക്യാരിയൽ എങ്ങനെ വരും? ക്യാരിയൽ നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ VGS പോസിറ്റീവാണ്. അപ്പോൾ മുകളിലോട്ട് കൊടുക്കുക, IDനേക്കാളും കൂടി പോവും. ഇത് നമ്മളെ വാല്യൂ VGS +1 ആണ്. ഇനി നിങ്ങൾ +2 +3 ഒക്കെ ആക്കിയാലും ഇതിങ്ങനെ മേലോട്ട് പോവുകയാണ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കേസ് 3 നോക്കാം. തേർഡ് കേസ് 3 VGS നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ. അതായത് VGS <0, നമുക്കിവിടെ ഒരു -2 വോൾട്ട് എടുക്കാം. അതായത് VGS ഷുഡ് ബി <0 വോൾട്ട്, VDS പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 2 കേസിലുള്ള ഡയഗ്രാംസ് അതിൻ്റെ കൂടെ തന്നെ വരക്കണം. ജസ്റ്റ് ഡയഗ്രാം വരക്കുക, സൈഡിൽ നമ്മൾ കണ്ടീഷൻ എഴുതുക, ഈ ക്യാരയും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്ലോട്ട് ചെയ്ത് പോവാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? VGS നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ VGS നെഗറ്റീവായിട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ N ആണുള്ളത്. ഇനി ശ്രദ്ധിച്ചോളാം, ഇപ്പോൾ VGS നെഗറ്റീവ് ആക്കിയപ്പോൾ ഈ Nലേക്ക് വരുന്ന എന്താണ്? സെല്ലിൻ്റെ നെഗറ്റീവാണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജും നെഗറ്റീവാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ പിയിൽ ആരുണ്ട്? ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണും പിയിലുള്ള ഹോളും കൂടി എന്താവും? ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. അപ്പം നമ്മൾ VGSൻ്റെ വാല്യൂ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ ഇലക്ട്രോൺ ഹോൾസ് റീകമ്പൈൻ ചെയ്തിട്ട് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസ് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ID കുറഞ്ഞു തുടങ്ങും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് VGS എത്തുമ്പോൾ ID 0 ആയി മാറും. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. അതുകൊണ്ട് തന്നെ ID ഡിക്രീസ് ആവാൻ തുടങ്ങും. ഒരു പെർട്ടിക്കുലർ വാല്യൂ, അതായത് VGS VP എത്തുമ്പോൾ ID എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ നമ്മൾക്ക് ഇനി പ്ലോട്ട് ചെയ്യേണ്ട എവിടെയാണ്? നമ്മൾ താഴെ പ്ലോട്ട് ചെയ്യാം, അത് റെഡ് വെച്ച് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ താഴെയുള്ള ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുമ്പോൾ ID കുറഞ്ഞിട്ടുണ്ടാവും. ഇത് VGS -2 എടുക്കുക. അങ്ങനെ VGS VP ആവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ID 0 ആയിട്ട് പോകും. അതിന് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക. ഒരു -4 എടുക്കുക. ഇവിടെ ഈ പോയിന്റിലാണ് ID 0 ആവുന്നത്. അപ്പോൾ 3 റീജിയൻസ് ഉണ്ടാവും. ഇത് കട്ട് ഓഫ്, ദിസ് ഇസ് ട്രയോഡ് റീജിയൻ അഥവാ ഒമിക് റീജിയൻ, ഇത് സാച്ചുറേഷൻ. BJTയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. UJTയിൽ നിന്നും റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ വ്യത്യാസമുണ്ട്. കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. TCS അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഇട്ട് പഠിച്ചു വെക്കുക. നമ്മൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കോഡ് ഇട്ട് പഠിച്ചു വെക്കുക. അപ്പം ട്രയോഡ്, കട്ട് ഓഫ്, സാച്ചുറേഷൻ. ഓക്കെ, ഇത്രയാണ് ഒരു ഡിപ്ലീഷൻ N ചാനൽ മോസ്ഫെറ്റിൻ്റെ വർക്കിംഗ്.